ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ രണ്ടാം പരീക്ഷയ്ക്ക് രണ്ടാമത്തെ മിഡ് ടേം എക്സാം, അതായത് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പൊതുവെ മലയാളത്തിലാണ് കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു കാണുന്നതും. അപ്പം മലയാളം നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ച് കാണുക, നന്നായിട്ട് പഠിക്കാം. ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. മനുവിനും കൂട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ് മഞ്ഞണിമല. മലയുടെ നെറുകയിലെത്തിയാൽ മഞ്ഞണിപ്പാടവും കടന്ന് റോഡും അതിനുമപ്പുറമുള്ള അങ്ങാടിയും കാണാം. ഈ മലയുടെ താഴ്വാരത്ത് നെൽപ്പാടവും കിളികളുടെ കലപില ശബ്ദവും ചെറുകാറ്റിൽ പരക്കുന്ന പേരറിയ പൂക്കളുടെ ഗന്ധവും മനസ്സിന് കുളിർമയേകും. ഈ കാഴ്ച കാണാനായി മിക്കപ്പോഴും മനുവും കൂട്ടുകാരും മഞ്ഞണിമല കയറും. മലയിലേക്കുള്ള ഇടവഴിയിൽ ചോരത്തുള്ളികൾ പോലെ വീണുകിടക്കുന്ന മഞ്ചാടി വാരി ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിറയ്ക്കാൻ കൂട്ടുകാർ തമ്മിൽ മത്സരമാണ്. കൊയ്ത്തൊഴിഞ്ഞാൽ മഞ്ഞണിപ്പാടം അവരുടെ സ്ഥിരം കളി സങ്കേതമാകും. അവധിക്കാലമായാൽ കുട്ടികളുടെ ആഹ്ലാദാരവം അവിടെ മുഴങ്ങി കേൾക്കാം. അപ്പോൾ ഇത് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് 4 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ താഴെ. അതിന് ഉത്തരം എഴുതണം. ഇടവഴിയിൽ ചോരത്തുള്ളികൾ പോലെ വീണു കിടക്കുന്നത് എന്താണ്? മഞ്ചാടിയാണ്. എവിടെയാണ് മനുവിൻ്റെയും കൂട്ടുകാരുടെയും സ്ഥിരം കളി സങ്കേതം? കൊയ്ത്തൊഴിഞ്ഞ ആ ഒരു പാടത്താണ് അല്ലേ, മഞ്ഞണി. ഇവിടെ പറയുന്നുണ്ട് കൊയ്ത്തൊഴിഞ്ഞാൽ മഞ്ഞണിപ്പാടം. അപ്പം മഞ്ഞണിപ്പാടം, ആ ഒരു കൊയ്ത്തൊഴിഞ്ഞ മഞ്ഞണിപ്പാടമാണ് അവരുടെ സ്ഥിരം സങ്കേതമാവുന്നത്. അവധിക്കാലമാകുമ്പോൾ മഞ്ഞണിപ്പാടത്ത് എന്താണ് മുഴങ്ങി കേൾക്കുന്നത്? കുട്ടികളുടെ ആരവമാണ്. താഴെ കൊടുക്കുന്നവയിൽ ആരവം എന്ന വാക്കിന് സമാനമായ അർത്ഥം വരുന്ന പദം കണ്ടെത്തി എഴുതുക. ഇപ്പം ശബ്ദമാണ് അല്ലേ, കുട്ടികളുടെ ആ ഒരു ശബ്ദത്തിനാണ് നമ്മൾ ആരവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാരഗ്രാഫ് തരും. ഈ പാരഗ്രാഫ് അല്ല തരിക, ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് ക്വസ്റ്റ്യൻസ് തരും. അതാണ് എക്സാമിന് വരിക. ഒരു ചോദ്യം കൂടിയുണ്ട്. മഞ്ഞണിമലയുടെ താഴ്വാരത്തുള്ളത് നെൽപ്പാടമാണ്. ഇനി കളി വിവരണം. അപ്പോൾ നമ്മൾ വിവരണം, റണ്ണിങ് കമാൻഡറി നമ്മൾ ഓൾറെഡി മലയാളത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കളി വിവരണം തയ്യാറാക്കാനാണ്. മനുവും കൂട്ടുകാരും കൊയ്ത്തൊഴിഞ്ഞ പാടത്ത് ധാരാളം കളികളിൽ ഏർപ്പെടാറുണ്ട്. അതുപോലെ നിങ്ങളും കൂട്ടുകാരോടൊത്ത് കളിക്കുന്ന ഒരു കളിയുടെ വിവരണം എഴുതുക. അപ്പോൾ ഒന്നുകിൽ കളിയുടെ തത്സമയ വിവരണം, റണ്ണിങ് കമാൻഡറി എഴുതാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളിയുടെ വിവരണം തയ്യാറാക്കാൻ പറയും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളി, ഏത് കളി ആയാലും മതി, ഗോലി കളി അല്ലെങ്കിൽ പിന്നെ നമ്മൾ കളിക്കുന്ന ഓരോ ചെറിയ ചെറിയ കളികളുണ്ടാവുമല്ലോ, കബഡി കളി എഴുതാം, അല്ലെങ്കിൽ എന്ത് കളിയായാലും പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കളീനെക്കുറിച്ച് ഒരു വിവരണം എഴുതാനാണ്. ഒളിച്ചു കളി, കള്ളനും പോലീസും, പിന്നെ അങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ കളികളുണ്ടല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കളീനെക്കുറിച്ച് എത്ര ആളാണ് കളിക്കാൻ വേണ്ടതെന്നും അതിൻ്റെ നിയമാവലികൾ എന്തൊക്കെയാണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു പാരഗ്രാഫ്. ഇപ്പം നമ്മൾ എന്തെഴുതുമ്പോഴും നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഓരോന്നും ഉണ്ടാവുക. നമ്മൾ മിനിമം 8 സെൻറ്റൻസ് എങ്കിലും എഴുതിയിരിക്കണം. 8 സെൻറ്റൻസിൽ കൂടുക എന്നല്ലാതെ നമ്മൾ കുറഞ്ഞിട്ട് എഴുതാൻ പറ്റില്ല. ഇനി സംഭാഷണം എഴുതാം. ഓമനയുടെ മാമൻ അവൾക്കായി മാവിൻ കൊമ്പിൽ കെട്ടിക്കൊടുത്ത ഊഞ്ഞാലിൽ അവൾ ആടിക്കൊണ്ടിരുന്നപ്പോഴാണ് തങ്കച്ചിറകും വിരിച്ച് തുമ്പിപ്പെണ്ണ് പാറിയെത്തിയത്. അവർ രണ്ടുപേരും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം എഴുതുക. ഓമനെ, നീ ഇന്ന് വലിയ ഗമയിലാണല്ലോ. ഓമൻ എന്തു പറയും? ഇന്ന് ഓണമല്ലേ അല്ലേ? പിന്നെ ഊഞ്ഞാലിനെ പറ്റി പറയാം, അച്ഛന് വാങ്ങിക്കൊടുത്ത സമ്മാനത്തെക്കുറിച്ചും ഓരോന്നിനെക്കുറിച്ചും അല്ലേ, മടിയിലിരുത്തി ചോറ് വാരി കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ആ ഒരു ഭരണിയിലാക്കി വെക്കുന്നതും എല്ലാം പറയുന്നുണ്ട്. പാഠഭാഗത്ത് ആ കവിതയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു സംഭാഷണം എഴുതാം. അതിനെന്ത് വേണം? ആ പാഠഭാഗത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
ഉചിതമായ ചിഹ്നം ചേർത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിന് അർത്ഥപൂർണത വരുത്തുക. ബീർബൽ മഹാനാണ്, പ്രതിഭാശാലിയാണ്. അതിസമർത്ഥരായ പലരും ബീർബലിനോട് നേരിട്ട് സംസാരിക്കുവാൻ ധൈര്യപ്പെടുന്നില്ല. ആ സ്ഥിതിക്ക് ബീർബൽ എന്നേക്കാൾ വലിയവനാണ്, അക്ബർ പറഞ്ഞു. അപ്പം ഇവിടെ എന്തൊക്കെ കൊടുക്കണം? കോമ കൊടുക്കാം, ഫുൾ സ്റ്റോപ്പ് കൊടുക്കേണ്ടതുണ്ട്. ബീർബൽ എന്നേക്കാൾ വലിയവനാണ്, ആ ഒരു ബീർബൽ മഹാനാണ്, പ്രതിഭാശാലിയാണെന്നൊക്കെ പറയുന്നത് എന്ത് ചെയ്യുക? കോമൻ്റെ ഉള്ളിലാക്കുക. കാരണം ഇത് അക്ബർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉദ്ധരണികൾ, വിരാമം, നമ്മളിങ്ങനെ അർത്ഥവിരാമം, നമുക്ക് മലയാളം കേട്ടാൽ നമുക്ക് അറിയില്ലല്ലേ. നമ്മൾ ഫുൾ സ്റ്റോപ്പ്, ഇൻവെർട്ടഡ് കോമ എന്നൊക്കെ നമുക്ക് പരിചിതമായിരിക്കും. പക്ഷെ ഇതിൻ്റെ മലയാളം പേരുകൾ കൂടി അറിഞ്ഞിരിക്കുക. എവിടെയാണ് ഒരു സെൻറ്റൻസ് പൂർണ്ണമല്ലാതെ നിർത്തുകയാണെങ്കിൽ കോമ ഇട്ട് കൊടുക്കും, അല്ലെ അർത്ഥവിരാമം ഇട്ട് കൊടുക്കും. പിന്നെ ഒരു സെൻറ്റൻസ് തീരുകയാണെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കും. പിന്നെ ആശ്ചര്യചിഹ്നം വരുന്നുണ്ട്. അങ്ങനെ ഓരോ ചിഹ്നങ്ങളും എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. വീണ്ടും തത്സമയ വിവരണം ചോദിക്കുന്നുണ്ട്. ആവേശജ്വലമായ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് നാന്ദി കുറിച്ചുകൊണ്ട് കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ വരവേൽപ്പിൻ്റെ തത്സമയ വിവരണം നിങ്ങൾ പാഠഭാഗത്ത് വായിച്ചുവല്ലോ. ഓണാഘോഷത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ നടന്ന ഏതെങ്കിലും ഒരു മത്സരത്തിൻ്റെ തത്സമയ വിവരണം എഴുതുക. ഇത് ക്ലാസ്സിൽ നിന്ന് നോട്ട്ബുക്കിൽ അവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും ടീച്ചേഴ്സ്. അപ്പോൾ കമ്പവലിയുടേതാണെന്ന് തോന്നുന്നു, എനിക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കമ്പവലിയോ കലം പൊട്ടിക്കൽ കളിയോ സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കളിയുടെ തത്സമയ വിവരണമാണ്. അപ്പോൾ തത്സമയ വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അവിടെ നമ്മൾ ആ ഒരു കളി കാണുന്ന ഒരു ഫീല് നമുക്ക് വേണം. ഇപ്പം അടുത്തതായി ഇവിടെ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്നത് കമ്പവലി മത്സരമാണ്. ഇരു ടീമുകളും തയ്യാറായിരിക്കുന്നു. ഏത് ക്ലാസ്സുകൾ? അപ്പം 4 A ക്ലാസ്സും 4 C ക്ലാസ്സുമാണ് മത്സരിക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് 2 ക്ലാസ്സുകളും എത്തിയിട്ടുണ്ട്. നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സാറും എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ കമ്പം അല്ലേ ആ ഒരിത് കയ്യിലെടുത്തിരിക്കുകയാണ്. ആര് ജയിക്കുമെന്നറിയാൻ കുട്ടികളെല്ലാവരും ആവേശത്തോടെ ഉറ്റുനോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പോകേണ്ടതിൻ്റെ അവസാനം ആര് ജയിച്ചു എന്നുള്ളിടത്ത് പറഞ്ഞ് നിർത്തുന്നതാണ് എന്ത് ആ ഒരു തത്സമയ വിവരണ മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ എന്തായാലും പറയും. ചിലപ്പോൾ കഥകൾ തരും, അതിന് തലക്കെട്ട് നൽകാൻ പറയും. അങ്ങനെ ചിലപ്പോൾ ആസ്വാദനക്കുറിപ്പ് ചോദിച്ചേക്കാം. എന്തും പരീക്ഷയ്ക്ക് ചോദിക്കാം. മലയാളം നമുക്ക് കാണാതെ പഠിച്ചു പോയിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷെ അതിൽ വരുന്ന നമ്മൾ പാഠഭാഗത്തുള്ള ഓരോ വാക്കുകളുടെയും സമാന പദങ്ങളും അർത്ഥങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ ദിവസവും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിസ്കഷൻ സെഷൻ നമ്മുടെ ഈ ഒരു ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്